Amen. പ്രൈസ് ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആരാധന ലീഡ് ചെയ്യുവാൻ കർത്താവ് കുഞ്ഞുങ്ങളെ സഹായിച്ചു. ഞാൻ അവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ കർത്താവ് ധാരാളമായി സഹായിക്കുമാറാകട്ടെ. തുടർന്ന് നമ്മുടെ ഈ വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹമായി നടക്കപ്പെടുവാൻ നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാരംഭമായിട്ട് പ്രിയമകൻ ഡേവിസ് ദേവസനിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും പഠിപ്പിക്കുന്ന അധ്യാപകരും ക്യാമറ ഓൺ ചെയ്യണം എന്ന് ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയേണ്ടതായിട്ട് വരുന്നതിൽ ഖേദമുണ്ട്. സ്തോത്രം. കുഞ്ഞുങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണം. ഞാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പേരെടുത്ത് പറയുമ്പോൾ പരസ്യമായിട്ട് അത് ശരിയാകുകയില്ല. നിങ്ങൾ എല്ലാവരും ആ ക്യാമറ ഓൺ ചെയ്ത് അവിടെ തന്നെ തുടരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ആരും ആ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ കാര്യം പറയുന്നത്. കുഞ്ഞുങ്ങൾ എല്ലാവരും അനുസരിക്കണം. അധ്യാപകരും കുഞ്ഞുങ്ങളും എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് ഈ മീറ്റിംഗിൽ പ്രമാണം എല്ലാവരും ഒരുപോലെ ആയിരിക്കണം. ഇപ്പോൾ പ്രിയമകൻ ഡേവിസ് പ്രാരംഭമായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നല്ല പിതാവ് യേശുവേ, നല്ല സമയത്ത് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പ യേശുവേ, നല്ല സമയം ഞങ്ങൾക്ക് സൂം മീറ്റിംഗ് ആയിട്ട് കൂടി വന്നിരിക്കുവാണല്ലോ അപ്പ. ഞങ്ങൾ സൺഡേ സ്കൂളിൽ യേശുവേ ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്ന അപ്പ. ഞങ്ങൾക്ക് യേശുവേ നല്ല സമയം തന്നതായി സ്തോത്രം യേശുവേ. യേശുവെ പ്രത്യേകിച്ച് അപ്പ ലീഡ് ചെയ്യുന്ന പാസ്റ്റർ വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പ. ഞങ്ങൾ എല്ലാവരെയും ഞങ്ങളെ ഏൽപ്പിക്കുന്ന അപ്പ. ഞങ്ങൾക്ക് യേശുവെ ഈ മീറ്റിംഗ് യേശു ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറ്റം കൊള്ളുന്ന പറയുന്ന അപ്പ. യേശു ഞങ്ങൾ യേശു കുറേ സമയം യേശുവെ ലോകത്തിന്റെ പുറകെ പോകുമ്പോഴും യേശുവെ ഞങ്ങളുടെ സ്കൂൾ സമയം അപ്പ യേശു അത് നല്ല അനുഗ്രഹമായിട്ട് മാറ്റണം പ്രാർത്ഥിക്കുന്ന അപ്പ. യേശുവെ എല്ലാവരും ബലപ്പെടുത്തണം അപ്പ. ഈ കാലത്തും അപ്പ കോഡ് ഒന്നും വരാതപ്പ അവരെ യേശു കാത്ത് പരിപാലിക്കണം പ്രാർത്ഥിക്കുന്ന അപ്പ. ഈ മീറ്റിംഗ് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പ. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും യേശുവെ നല്ലൊരു അനുഗ്രഹമായിട്ട് യേശു ഈ മീറ്റിംഗ് യേശു ഞങ്ങളുടെ ജീവിതത്തിൽ ആയിരിക്കണമെന്നും പ്രാർത്ഥിക്കുന്ന അപ്പ. യേശു ഞങ്ങൾക്ക് ഏൽപ്പിക്കുന്ന അപ്പ. യേശു എല്ലാവരും പങ്കെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പ. സ്റ്റുഡൻസ് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പ. ടീച്ചേഴ്സ് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പ. അവരെല്ലാം യേശു അവർ ജീവിതം മറക്കണം പ്രാർത്ഥിക്കുന്ന അപ്പ. എല്ലാം യേശു നല്ല എക്സിബിറ്റ് ചെയ്യാനുള്ള കൃപതരണം പ്രാർത്ഥിക്കുന്ന അപ്പ. എല്ലാം ഞങ്ങൾക്ക് ഏൽപ്പിക്കുന്ന അപ്പ. യേശു ഞങ്ങളെ യേശു എല്ലാ പാസ്റ്റർ വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പ. പാസ്റ്ററിനെ ബലപ്പെടുത്തണം യേശു. പാസ്റ്റർ ഫാമിലി വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പ. അവരെയും ബലപ്പെടുത്തണം പ്രാർത്ഥിക്കുന്ന അപ്പ. എല്ലാവരും യേശു ചർച്ചിലുള്ള ആൾക്കാർ വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പ. ഓരോ മെമ്പേഴ്സിനെ വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പ. എല്ലാവരും യേശു അവരെ യേശു മീറ്റിംഗിൽ വരുന്ന ആൾക്കാരെ പ്രാർത്ഥിക്കുന്ന അപ്പ. അവരെല്ലാം യേശു കാത്ത് പരിപാലിക്കണം പ്രാർത്ഥിക്കുന്ന അപ്പ. എല്ലാം മാനമൗത്ത് യേശു നാം തന്നെ. ആമേൻ. ആമേൻ. തുടർന്ന് പ്രാർത്ഥിക്കുന്നത് പ്രിയമകൻ അഭിഷേകാണ്. സ്തോത്രം. അതുപോലെ തന്നെ അഭിഷേക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അഭിഷേക് ഇതുവരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രിയമകൻ പെന്തകുര്യൻ ദൈവസന്നിധിയിലെ പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. സ്തോത്രം. കർത്താവേ, ഈ നല്ല സന്ധ്യാസമയത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഞങ്ങളുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ ഒരിക്കൽ നല്ല സന്ധ്യാസമയത്തെ ഒരുപക്ഷ സ്തോത്രം കർത്താവെ. സ്തോത്രം ഞങ്ങളുടെ പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകത്തെ അനുഗ്രഹം കർത്താവെ. എല്ലായിരിക്കും കർത്തായിരിക്കുന്ന മേഖലയിൽ ഞങ്ങൾ കാത്ത് സൂക്ഷ്മ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി കർത്താങ്ങളുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തും കർത്താവ്. സ്തോത്രം കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കും കർത്താവ്. സ്തോത്രം ഞങ്ങൾക്ക് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾക്ക് തരും കർത്താവ്. സ്തോത്രം ഈ പ്ലാറ്റ്ഫോം ഈ ഓൺലൈൻ വഴി കർത്താവ് നാമം മാത്രം മഹിമപ്പെടുക മാത്രം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും കർത്താവ്. സ്തോത്രം മീറ്റിംഗിൽ കൂടി വന്നിട്ട് എല്ലാ അങ്ങനെ ദൈവമക്കളെ ദേവദാസന്മാരെ മുട്ടിമേ അങ്ങനെ കരഞ്ഞ് അനുഗ്രഹിച്ച് പഠനപ്പെട്ട സ്തോത്രം എല്ലാവരും കർത്താവ് അവരെ പലപ്പോഴും കർത്താവ്. സ്തോത്രം അവരെ അയക്കുന്ന മേഖല അവരെ അയക്കുന്ന സ്ഥാനം കർത്താവരെ കാത്തു സൂക്ഷ്മ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. ഈ മഹാമാരിയുടെ കർത്താവ് കാത്തു സൂക്ഷ്മത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. ശരീരത്തിൽ രോഗമാശിക്കുന്നു ഒരിടത്ത് നിക്ഷേമത്തോടെ ഞങ്ങളെ കാത്തു പുരോഗമിക്കുമാർ നിങ്ങളെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ സ്വന്തം ഹല്ലേലൂയ ഞങ്ങൾ പുണ്യത്തെ കഴിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളെ അവിടെ പോയാൽ ഇവിടെ ആരെങ്കിലും പുതിയ കൂടി ഉള്ള കർത്താവ് ഞങ്ങളെ പറിക്കുമാർത്തല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധ അനുഗ്രഹം ആശീർവാദം ഞങ്ങളെ അനുഗ്രഹം കർത്താവേ. ആമേൻ. സ്തോത്രം. തുടർന്ന് നാമദൈവസന്നിധിയിലായിരിക്കുമ്പോൾ സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കുന്നത് പ്രിയമകൾ സിന്ധു സാബു ആണ്. അതിനായിട്ട് പ്രിയമകൾ സിന്ധു സാബുവിനെ ഞാൻ ക്ഷണിക്കുന്നു. Praise the Lord. Psalms 27. The Lord is my light and my salvation. Whom shall I fear? The Lord is the strength of my life. Of whom shall I be afraid?
When the wicked came against me to eat up my flesh, my enemies and foe, they stumbled and fell. Though an army should encamp against me, my heart shall not fear. Though war should rise against me, in this I will be confident. One thing I have desired of the Lord, that I will seek, that I may dwell in the house of the Lord all the days of my life, to behold the beauty of the Lord, and to inquire in his temple. For in the time of trouble he shall hide me in his pavilions, in the secret place of the tabernacle. He shall hide me. He shall set me high upon a rock. And now my head shall be lifted up above my enemies all round me. Therefore I will offer sacrifice of joy in his tabernacle. I will sing, yes, I will sing praise to the Lord. Hear, O Lord, when I cry with my voice, have mercy also upon me and answer me. When you said, seek, my heart said to you, your face, Lord, I will seek. Do not hide your face from me, do not turn your servant away in anger. You have been my help. Do not leave me or forsake me, O God of my salvation. When my father and my mother forsake me, then the Lord will take care of me. Teach me your way, O Lord, and lead me in a smooth path because of my enemy. Not deliver me to will of my adversaries. For false witnesses have risen against me, and such a out violence. I would have lost heart unless I had believed that I would see the goodness of the Lord in the land of living. Wait on the Lord, be good courage, and he shall strengthen your heart. Wait, I say, on the Lord. Amen. ലോർഡ് അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യത്തിന് നല്ല സങ്കീർത്തന ഭാഗത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രിയമകളെ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ നാം സങ്കീർത്തനത്തിൽ നിന്നും പ്രബോധനം കേൾക്കുന്നതിന് മുമ്പായിട്ട് പ്രിയമകൻ ജെഫ്രി മാത്യു ഒരു പാട്ട് പാടുന്നതായിരിക്കും. സോങ് ബൈ ജെഫ്രി മാത്യു. എന്നെ കരുതും എന്നും പുലർത്തും എന്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും എന്നും പുലർത്തും എന്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂ
യാത്ര ചെയ്യും പ്രത്യാശയോടെ രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കും അസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കയില്ല. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കും അസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കയില്ല. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. Thank you. Praise the Lord. Wonderful song by Jeffrey. God bless you. കർത്താവ് പ്രിയമകനെ സഹായിക്കട്ടെ. വളരെ മീനിങ് ആയ നല്ല ഗാനമാണ് പ്രിയമകൻ പാടിയത്. കുഞ്ഞുങ്ങളൊക്കെ കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ തുടർന്നുള്ള സങ്കീർത്തന പ്രബോധനത്തിന്റെ അനുഗ്രഹത്തിനായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്തും സൺഡേ സ്കൂൾ അധ്യാപികയായിരിക്കുന്ന സിസ്റ്റർ മേരി വിക്ടർ ഇപ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം ദൈവമേ, നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പകൽസമയം ഇന്ന് രാത്രികാലവും സൂം മീറ്റിംഗ് ആയി ദിവസം കടന്നു വരുവാൻ ദൈവം ചെയ്ത കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, സൺഡേ സ്കൂൾ പൈതങ്ങൾക്കായി ചെയ്യുന്ന ഈ മീറ്റിംഗ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നത് ഓർത്ത് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. പ്രത്യേക കർത്താവേ. ഹല്ലേലൂയ. 27-ാം സങ്കീർത്തനത്തിൽ നിന്ന് ദൈവമേ ഹല്ലേലൂയ സ്തോത്രം വായിക്കുവാൻ സിന്ധുവിനെ കൃപ ചെയ്തല്ലോ ദൈവമേ. അതിനെ പറ്റിയുള്ള കർത്താവേ കാര്യങ്ങളെ ഹല്ലേലൂയ ദൈവമേ വിശദീകരിച്ച് പറയുവാൻ ദുരത്തിക്ക് അങ്ങ് കൃപ ചെയ്യണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. യഹോവന്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവന്റെ ജീവന്റെ വില ഞാൻ ആരെ പേടിക്കുമെന്ന് പറഞ്ഞ പോലെ കർത്താവേ. ഹല്ലേലൂയ. ധൈര്യത്തോടെ മുന്നേറുവാൻ വേണ്ടിയതായ കൃപ ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം കർത്താവിന്റെ മകളെ അതിനായി എടുത്ത് ഉപയോഗപ്പെടുത്തണമേ. കൂടുതലായി അതിൽ നിന്ന് സംസാരിക്കുവാൻ മക്കൾക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവമേ എടുത്ത് ഉപയോഗപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. എല്ലാ പൈതങ്ങൾക്കും പ്രോഗ്രാം എല്ലാം നല്ല വിധത്തിൽ അവതരിപ്പിക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ലോക്ക്ഡൌണിന്റെ കാലത്ത് കർത്താവേ ഹല്ലേലൂയ പൈതങ്ങൾ അവിടങ്ങളിലായ ഭവനങ്ങളിലായിരുന്നാലും കർത്താവേ ഹല്ലേലൂയ ദൈവനാമത്തിന് മഹത്വപ്പെടുന്ന മക്കളായി കാണുവാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അപ്പച്ചന്റെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു, യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ. ആമേൻ. കർത്താവിന്റെ പരിശുദ്ധ തിരുനാമത്തിന് സ്തോത്രം. തുടർന്ന് നാമ സങ്കീർത്തനത്തിൽ നിന്നും സാം എക്സോട്ടേഷനിലാണ് കേൾക്കുവാൻ പോകുന്നത്. ഈ വൈകിട്ടത്തെ മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ പ്രാർത്ഥനകളിലൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ മീറ്റിംഗ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുന്നത് കാണുന്നതിൽ വളരെ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ട്. പ്രിയ മകൾ ഡോർത്തി എബ്രഹാം തുടർന്ന് സങ്കീർത്തനത്തിൽ നിന്നും എക്സോട്ട് ചെയ്യും. Psalms exhortation by Dorothy Abraham. Praise the Lord. I hope you all can hear me. Praise the Lord. I thank God for giving this wonderful opportunity to say a few words from the Word of God. So these times are really hard. People are losing hope. They hope in during this pandemic situation. They hope in doctors, and they're afraid what would happen to them and afraid of losing life. A little more loud sound. But we as Christians, we have God as our hope. So whatever situation we face, we have this God is there with us. So
So I would like to read Psalms chapter 27, verse 1. It says, "The Lord is my light and my salvation. Whom shall I fear? The Lord is my strength of my life. Of whom shall I be afraid?" So in this, we can see that God is our Savior. He is strong in our weakness, and we have nothing to fear about because God loves us and He is a great big God. So we can read in Psalms 27, verse 3. It says, "Though an army may encamp against me, my heart shall not fear. Though war may arise against me, in this I'll be confident." So whatever may come, we will not fear. We'll be confident in Christ. Even if we die, we have that hope that we will go to heaven one day. So in the fourth verse, we can see that nothing will stop us from growing Him and seeking in Him. All the days of our life, we will serve Him in any situation we come across. So in the 13th verse, it says, "Do not lose hope. Believe in God and hold on to Him. Cling on to Him, so that we will not be afraid, because God is there with us." So in the 14th verse, "Wait on the Lord, be of good courage, and He'll strengthen your heart. Wait, I say, on the Lord." So be strong and courageous, and wait on Him, and He will do something good. So I conclude by saying that in this psalm, we can see the greatness and goodness of our God. He will never leave nor forsake us. He is our only hope. May His name be glorified. Amen. Praise the Lord. വളരെ അനുഗ്രഹിക്കപ്പെട്ട മീനിങ് ആയ ഒരു സാം എക്സോട്ടേഷൻ നടത്തുവാൻ പ്രിയ മകൾ ഡോർത്തെ കർത്താവ് സഹായിച്ചു. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെ പേടിക്കും. സ്തോത്രം. വളരെ നല്ല ഒരു പ്രബോധനമാണ്, എക്സോട്ടേഷനാണ് പ്രിയ മകളിലൂടെ കർത്താവ് നൽകിയത്. പ്രിയ മകളെ കർത്താവ് സഹായിക്കുമാറാകട്ടെ. തുടർന്ന് അഭിഷേകിന് മുമ്പേ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഈ സമയത്ത് പ്രിയ മകൻ അഭിഷേക് തുടർന്ന് നമ്മുടെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് ഇപ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചേട്ടൻ. ഞങ്ങൾ എല്ലാവരും നിന്റെ ഹിതപ്രകാരം ചെയ്യുവാൻ അത് മനസ്സിലാക്കി ഞങ്ങളെ ഇടയാക്കുമാറാകണം. കൂടുതൽ സഹായിക്കുമാറാകണം. എല്ലാം അനുഗ്രഹമായി തീരുമാനം മറ്റുള്ളവർക്ക് ഇടയാക്കുമാറാകണം. എല്ലാ പ്രോഗ്രാമും നടപ്പാൻ നീ ഇടയാക്കുമാറാകുന്നുണ്ട്. യേശുവിനെ മനസ്സിലാക്കുവാനും അനുഭവിക്കാനും ഞങ്ങൾ എല്ലാവരെയും നീ ഇടയാക്കുമാറാകുന്നു. കാത്തുകൊടുക്കാൻ നന്ദി. നന്ദി. എല്ലാ കാലത്തും കൂടുതൽ സഹായിക്കും. യേശു നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. തുടർന്ന് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടെ മെമ്മറി വേഴ്സസ് ഓർമ്മിപ്പിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടെ വാക്യങ്ങളെ പ്രസ്താവിക്കും. അതിനായിട്ട് ഓരോ കുഞ്ഞുങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്. For many are called, but few are chosen. Matthew chapter 22, verse 40. Thank you. For many are called and some are chosen. Matthew 22, verse 14. യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു. അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. സങ്കീർത്തനം 96:4. കൊച്ചു കുഞ്ഞുങ്ങളിൽ ആരാണ് പറയുന്നത്? പറഞ്ഞാട്ടെ.
Praise the Lord. Blessed are the undefiled in the way, who walk in the law of the Lord. Psalm 190 verse 1 is our prayer for me. How can a man keep his ways by pure living according to your word? സ്തോത്രം. കൊച്ചു കുഞ്ഞുങ്ങള് സാക്ഷ്യം ഹാനോക്ക് സാക്ഷ്യം പറയുന്നു. പറയുന്നു. He who dwells in the secret place of Most High shall abide under the shadow of Almighty. And I will say of the Lord, He is my refuge and fortress. In God whom I will trust, surely He shall deliver you from the snare of the fowler and the perilous pestilence. Psalms 91 verse 1 to 4. Praise the Lord. ഹാനോക്ക് പറയാമോ? Jesus Christ. Jesus Christ. The same. Yesterday. Yesterday. Today. And forever. I wait patiently for God to help me. I depend on Him alone. Psalm 62 verse 1. ഓക്കെ, ജമീമ പറയുന്നില്ലയോ? പറഞ്ഞോ അതോ പറഞ്ഞോ? ഓക്കെ, ജീവ പറഞ്ഞോ? ജീവ മോള് വാക്യം പറഞ്ഞോ? ആന്റി പാസ്റ്റർ ബൈബിൾ റെഫറൻസ് ആണോ? ഓക്കെ, സ്തോത്രം. കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുമാറാകട്ടെ. കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്ത് നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ സാക്ഷ്യം പറഞ്ഞവരെ കർത്താവിന്റെ കരത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആൻസി ഡോക്ടർ ഈ സമയത്ത് കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചാണ്. സ്തോത്രം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ സമയത്തിനായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അടിയങ്ങളുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുമായി അടിയങ്ങൾ അവിടുത്തെ പാദപീഠത്തിലോട്ട് അടുത്ത് വരുന്നു. ഹല്ലേലൂയ. ദൈവമേ, നിന്റെ സന്നിധാനത്തിൽ ഏത് സമയം അടുത്ത് വരുവാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നല്ലോ. എൻ്റെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്ന പ്രോഗ്രാം വെറും പ്രോഗ്രാം അല്ല കർത്താവേ. കർത്താവിന് ഇഷ്ടമാവണ്ണം ജീവിക്കുവാൻ, കർത്താവിന്റെ ഹിതമനുസരിച്ച് ജീവിപ്പാൻ, കർത്താവിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരായി, കർത്താവിന്റെ നാമം പ്രവർത്തിപ്പെടുന്നതായ കർത്താവെ അവരെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ വേറെ ആരും ആശ്രമില്ല. പ്രത്യേകിച്ച് ഈ പാൻഡമിക്കില് കുഞ്ഞുങ്ങൾ അവിടെ ഇവിടെ ആയിരിക്കുമ്പോൾ നീ കാവൽ ചെയ്യുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവിന്റെ ചിറകളിൽ അവരെ മറയ്ക്കണമേ. അവരേത് പ്രോഗ്രാം എല്ലാം അനുഗ്രഹമായി തീരണമേ. അവരെ പിൽക്കാലത്തിൽ കർത്താവിനെ അനേകർക്ക് ഷെയർ ചെയ്യുന്ന കുഞ്ഞുങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ സ്കൂളിൽ പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതും അവരുടെ ഭാവി എല്ലാം അനുഗ്രഹമായിരിക്കുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിങ്ങനെ കൂടി വരുന്നത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹവും അവരുടെ മുന്നോട്ടുള്ള ഭാവിക്ക് അനുഗ്രഹവും അവർക്കൊരു വിടുതലുമായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ കരത്തിലോട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കൃപ കൂടി ഇരുന്നാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ തിരുനാമത്തിന് സ്തോത്രം. അടുത്ത പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സാം റെസൈറ്റേഷൻ ആണ് ബൈ ഡയറ സാം ജോബി. Praise the Lord. Greetings to all in the name of Jesus Christ. I am going to say Psalm 100, a psalm for giving thanks. Shout for joy to the Lord, all the earth. Shout for joy to the Lord, all the earth. Serve the Lord with gladness. Come before Him with joyful songs. Know that the Lord is God. It is He who made us, and we are His. We are His people, the sheep of His pasture. Enter His gates with thanksgiving and His courts with praise. Give thanks to Him and praise His name. For the Lord is good, His love endures forever, His faithfulness continues through all generations. Praise the Lord.
കർത്താവ് സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ഈ മീറ്റിങ്ങുകൾ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തതായിട്ട് സ്റ്റോറി ടെല്ലിംഗ് ബൈ ആൽഫിയ റോൺ. ആൽഫിയ തയ്യാറല്ലെങ്കിൽ അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം ആൽഫിയക്ക് സമയം തരാം. ബൈബിൾ ഇൻഡെക്സ് ബൈ ജീവ. ജീവ റെഡിയാണോ? പറഞ്ഞോ മോള് പറഞ്ഞോ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യപുസ്തകം, സംഖ്യാപുസ്തക, ആവർത്ത പുസ്തകം, യോശുവ, ന്യായന്മാർ, റൂത്ത്, 1 ശമൂവേൽ, 2 ശമൂവേൽ, രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ഉത്ഥാന, എസ്ര, 2 ഉത്ഥാന, എസ്ര, നെഹെമ്യാവ്, എസ്റ്റേർ, യോബ്, സങ്കീർത്തനങ്ങൾ, ഉത്തമ, യെശയ്യാവ്, യിരെമ്യാവ്, മിലാഖ്, എഗസ്ത്യർ, ദാനിയേൽ, ഓശിയ, യോവേൽ, ആമോസ്, ഉയ്യാവ്, യോന, മീഖ, നഹൂം, ഹബക്കൂക്ക്, സക്കറിയാവ്, അക്കായി, സക്കറിയാവ്, മലാക്കി, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തലപ്രവൃത്തി, റോമർ, 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, ഗലാത്യർ, എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, 1 തെസ്സലോനിക്കർ, 2 തെസ്സലോനിക്കർ, 1 തീമോഥെയോസ്, 2 തീമോഥെയോസ്, തീത്തോസ്, ഫിലോമോൻ, എബ്രായർ, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദ, വെളിപ്പാട്. താങ്ക് യു. ഓ വെരി ഗുഡ്. ജീവയോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ സൺഡേ സ്കൂളിൽ കഴിഞ്ഞ ഏകദേശം 1 വർഷമായിട്ടേ ഉള്ളൂ അവര് കടന്നു വരാൻ തുടങ്ങിയിട്ട്. പ്രിയ മകൾക്ക് നല്ല രീതിയിൽ ബൈബിൾ ഇൻഡെക്സ്, ബൈബിളിലെ ഓരോ പുസ്തകങ്ങളുടെയും ക്രമത്തിൽ അറിയുവാൻ ദൈവം സഹായിച്ചു. പ്രിയ മകളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ദൈവം സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ ആൽഫിയ റെഡിയാണോ? ആർ യു റെഡി? റോൺ, ഹാരിസ് റോൺ അങ്ങനെയാണോ? സ്റ്റോറി ടെല്ലിംഗ്. ഇപ്പോൾ സോങ് ബൈ ആസാഫ്. You deserve the glory and the honor. Lord, we lift your hands in worship. Lord, we lift your holy name. You deserve the glory and the honor. As we lift your hands in worship, as we lift your holy name, we do our praise. You're the miracle so great. There is no one else like you. There is no one else like you. We do our praise. You're the miracle so great. There is no one else like you. There is no one else like you. I'm
വെരി ഗുഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാണ് പ്രിയ മകൻ ആസാഫ് പാടിയത്. സ്തോത്രം. അസാഫിന്റെ പപ്പയെ പോലെ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളായിട്ട് കാണുന്നതിൽ സന്തോഷമുണ്ട്. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. സ്തോത്രം. തുടർന്ന് മുന്നേ ആൽഫിയ പറയുന്നോ? സ്തോത്രം. ഓക്കെ, പറഞ്ഞോട്ടെ. ഇല്ലെന്നാ പറഞ്ഞേ? സ്തോത്രം. ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് ദൈവവചനം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ മകൻ അലക്സ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. सुंदर समय के लिए हम आपका धन्यवाद करते हैं। हालेलुया, हालेलुया। आपकी बड़ी आपका करना हालेलुया हमारे साथ था। हालेलुया, इस सुंदर समय के लिए हम प्रार्थना करते हैं खुदा। हालेलुया, हालेलुया। हर सैटरडे की तरह हालेलुया आज भी हम आपके सन्निधि में आए हैं खुदा। हालेलुया, आप हमें अनुग्रहित करिए। हालेलुया, आपके सन्निधि में हम जो आते हैं हालेलुया वो हमारे जीवन में हालेलुया अनुग्रह का कारण बने। हालेलुया प्रभु, हालेलुया हमारे हर दिन के हालेलुया लाइफ में हालेलुया प्रभु आपकी बड़ी कृपा करना हालेलुया हमारे साथ रहे। हालेलुया, आमीन। हालेलुया, अभी तक हालेलुया हमने प्रोग्राम्स किए। हालेलुया, हालेलुया, स्तोत्रम। हालेलुया, हालेलुया आपकी बड़ी करना हमारे साथ थी। हालेलुया, आने वाले दिनों में भी आपकी कृपा करना हमारे साथ रहे। हालेलुया, हालेलुया हमारे स्कूल के पढ़ाई में हालेलुया हमारे जीवन में हालेलुया हम आपके पवित्र शास्त्र के प्रकार अपनी जीवन बिता पाए। हालेलुया, जैसे खुदा आपने इस दुनिया में जीवन बिताया था हालेलुया उसके रूप की हम इस दुनिया में भी जीवन बिताए। हालेलुया प्रभु, हालेलुया हमने अच्छे वचन सुने। हालेलुया, वो हमारे जिंदगी में अनुग्रह का कारण बने। हालेलुया, उसको हम हालेलुया हालेलुया डेली लाइफ में हालेलुया हम काम पे लाए। हालेलुया, हम अपने कर्म में हालेलुया हालेलुया आपकी वचन को लाए। हालेलुया, इसलिए हम प्रार्थना करते हैं खुदा। हालेलुया, अब जो हम वचन सुनने वाले हैं खुदा वो हमारे जीवन में अनुग्रह का कारण बने। हालेलुया प्रभु, हालेलुया उससे हमें सीख मिले। हालेलुया, दिन भर दिन आपसे हम पास होते जाए। हालेलुया, दिन भर दिन आपकी करुणा हालेलुया हमारे साथ रहे। हालेलुया प्रभु, कभी भी अपने जिंदगी में हालेलुया हम आपके वचन से दूर ना जाए। हालेलुया, आपके चरणों के पास रहे। हालेलुया, आपके मार्ग पर चले, आपके पवित्र शास्त्र में लिखा हुआ मार्ग पे चले। इसलिए हम प्रार्थना करते हैं। हालेलुया, अपने संडे स्कूल के लिए प्रार्थना करते हैं, अपने चर्च के लिए प्रार्थना करते हैं। हालेलुया, ये सब हमारे जीवन में अनुग्रह का कारण बने। इससे जो हम सीख पाते हैं वो हमारे जीवन में हम कभी भी ना भूल पाए। इसलिए हम देव में हालेलुया हमें आपसे विनती करते हैं खुदा। हालेलुया, आपकी बड़ी करुणा हमारे साथ रहे। हालेलुया, हर टीचर के लिए प्रार्थना करते हैं। हालेलुया, हर विश्वासियों के लिए प्रार्थना करते हैं, हमारे चर्च के पादरी जी के लिए प्रार्थना करते हैं। हालेलुया, उनके परिवार के लिए प्रार्थना करते हैं। सब विषयों को हालेलुया आपके सन्निधि में रखते हुए हालेलुया सारी आदर आपके नाम हालेलुया प्रार्थना विनती कर कबूल कर सुन। आमीन। स्तोत्रम। हालेलुया, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വൈകിട്ടത്തെ ഈ മീറ്റിംഗില് ഇത്രത്തോളം പ്രിയപ്പെട്ടവർക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. എസ്പെഷ്യലി most of our children they participated in this program and I really appreciate all the teachers and students of Sunday school. Most of our children they are eloquent in different language. They are able to speak in different language, Hindi, Malayalam, Tamil, English. എല്ലാ ഭാഷകളിലും അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളെ നന്നായി പ്രദർശിപ്പിക്കുവാൻ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ മീറ്റ് എന്ന ഈ കൂട്ടായ്മയിലൂടെ കഴിയുന്നതിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് ഇത്രത്തോളം അനുഗ്രഹമായി തീർത്തു. നമ്മുടെ അധ്യാപകരെ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളുടെ ഹാർഡ് വർക്കിനായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. നിശ്ചയമായിട്ടും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ നിങ്ങളെ പ്രോഗ്രാമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. നാം ഈ മീറ്റിംഗിലായിരിക്കുമ്പോൾ
ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും അവിടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുവാനാണ് ഞാൻ നിങ്ങളോട് പലപ്പോഴും ക്യാമറ ഓൺ ചെയ്യണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ആ മീറ്റിങ്ങിന്റെ ആ പ്രസക്തി അവിടെ നഷ്ടപ്പെടുകയാണ്. ഇന്ന് വൈകിട്ട് നമ്മളോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സന്ദേശം അറിയിക്കുവാൻ കർത്താവിന്റെ ദാസൻ പ്രിയ ഇവാഞ്ചലിസ്റ്റ് ആശിഷ് ശൗമേൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ഞാൻ പ്രിയ ആശിഷിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു. ഇന്ന് വൈകിട്ടത്തെ ഈ മീറ്റിംഗിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ സന്തോഷത്തോടു കൂടെ കടന്നു വന്നിരിക്കുന്ന കത്തുദാസനായിട്ട് സ്തോത്രം. തുടർന്നുള്ള ചില മിനിറ്റുകൾ കർത്താവിന്റെ ദാസൻ നമ്മളോട് സംസാരിക്കും. കർത്താവിന്റെ ദാസനെ വചന ശുശ്രൂഷയ്ക്കായിട്ടും നിങ്ങളോടുള്ള മെസ്സേജ് പറയുവാനായിട്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ കേൾക്കാമോ? ദൈവത്തിന്റെ ദുരിതമായ നാമം ഈ നല്ല സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകാൽ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് ഇന്ന് സന്ധ്യാസമയം ആയിരിക്കുവാൻ ദൈവം അടിന്റെയും ജീവിതത്തിൽ ഇടയാക്കിയ നല്ല സാഹചര്യത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ചില മാസങ്ങൾക്ക് ശേഷം ഇപ്രകാരം കൂടി വരുവാൻ എന്റെ ജീവിതത്തിൽ ഇവിടെയൊക്കെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ദേവദാസൻ കുടുംബം, സൺഡേ സ്കൂൾ അധ്യാപകർ, പ്രത്യേക എല്ലാ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കും വേഗം വരുന്നവനായ യേശു കർത്താവിന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നമുക്കറിയാം, ഈ ദിവസങ്ങളൊക്കെയും നമ്മളെല്ലാവരും വളരെ പ്രയാസത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. കുഞ്ഞുങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പലർക്കും, ഒട്ടുമിക്ക സ്റ്റുഡൻസിനും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെയാണ്. സ്കൂളിലൊന്നും പോകണ്ട, കളിക്കാനൊക്കെ ഒത്തിരി സമയമുണ്ട്. ഓക്കെ, പക്ഷെ ആ സാഹചര്യത്തിലൊക്കെയും നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ നമ്മുടെ പഠനത്തിനും കളിക്കുവാനും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുവാനൊക്കെയും സമയം കണ്ടെത്തുന്നുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. പ്രത്യേകം ഇപ്രകാരമുള്ള നമ്മുടെ സൺഡേ സ്കൂളുകളും മറ്റു പ്രോഗ്രാമുകളെല്ലാം കുഞ്ഞുങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ്. അതിനുവേണ്ടി കർത്താവിന്റെ വിലയേറപ്പെട്ട ദാസനും കുടുംബവും സൺഡേ സ്കൂളിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരും ഒക്കെയും ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനകൾക്ക് ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. ബൈബിളിലെ പുതിയ പുസ്തകങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറിയ ചിന്ത, എല്ലാ കുഞ്ഞുങ്ങൾക്ക് അറിയാവുന്നതാണ്. ചെറിയൊരു ചിന്ത ഇന്ന് സന്ധ്യാസമയം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. സുവിശേഷങ്ങളിൽ പൊതുവായിട്ട് കാണുന്ന ഒരു യേശു കർത്താവ് ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയുണ്ട്. ഒത്തിരി അത്ഭുത പ്രവൃത്തികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 5 അപ്പവും 2 മീനും കൊണ്ട് യേശു കർത്താവ് 5000 ആൾക്കാരെ പോഷിപ്പിച്ച കാര്യം നമുക്ക് അറിയാം. അതിന്റെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം എപ്രകാരമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. യേശു കർത്താവിന്റെ പരശുശ്രൂഷയുടെ കാലത്ത്, അതായത് യേശു കർത്താവ് തന്റെ അവസാനത്തെ 3.5 വർഷക്കാലം 30 മുതൽ 33.5 വയസ്സ് വരെയുള്ള സമയം, യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ സമയങ്ങളിൽ ഒത്തിരി ആൾക്കാര് യേശു കർത്താവിന്റെ അടുക്കൽ കടന്നു വരുമായിരുന്നു. രോഗസൗഖ്യത്തിനും നല്ല ദൈവിക വചനങ്ങൾ കേൾക്കുവാനും ആശ്വാസ വചനങ്ങളൊക്കെ കേൾക്കുവാൻ വേണ്ടി കടന്നു വരുമായിരുന്നു. അപ്രകാരമുള്ള സാഹചര്യത്തിൽ വലിയൊരു പുരുഷാരം യേശു കർത്താവിന്റെ അടുക്കൽ കടന്നു വന്നിരിക്കുമ്പോൾ യേശു കർത്താവ് തന്നെ തന്റെ ശിഷ്യന്മാരോട് ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തിയോട് താൻ ചോദിക്കുക, ഇവർക്ക് നമ്മൾ എവിടെ നിന്ന് കഴിക്കുവാൻ ആഹാരം കൊടുക്കും? നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥനകൾക്കൊക്കെ പോകുമ്പോൾ 2-3 മണിക്കൂർ പ്രാർത്ഥനയ്ക്കൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഫുഡ് കിട്ടും ചിലപ്പോഴൊക്കെ, അല്ലേ? എന്ന് പറഞ്ഞ പോലെ യേശു കർത്താവിന്റെ അടുക്കൽ കുറെ സമയം ദൈവവചനം കേൾക്കുവാൻ വേണ്ടിയൊക്കെ കടന്നു വന്നിരിക്കുന്ന ജനങ്ങളെ ഓർത്ത് യേശു കർത്താവ് ചിന്തിക്കുക, ഇതിനു ശേഷം ഇവർക്ക് ആഹാരം കൊടുക്കണം, കാരണം ഇവിടെ ശരീരത്തിൽ ക്ഷീണം ഉണ്ടാവും. ഇപ്രകാരമുള്ള ഒരു കൺസേൺ, തന്റെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്ന ജനത്തെ പറ്റിയുള്ള ഒരു കൺസേൺ യേശു കർത്താവ് ചോദിക്കുമ്പോൾ ശിഷ്യന്മാരും പലരും ചിന്തിക്കുക, എന്തു ചെയ്യും. എന്നാൽ യേശു കർത്താവിന് അറിയാം എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് യേശു കർത്താവിന് അറിയാം. അത് നമ്മൾ വായിക്കുന്ന വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടൊന്ന് വായിച്ചു നോക്കണം. എല്ലാ സുവിശേഷങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ സാഹചര്യത്തിൽ
യേശു കർത്താവ് ശിഷ്യന്മാരെ ഒന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചോദിച്ചത്. എന്ത് ചെയ്യും, എപ്രകാരം അവരെ ഫീഡ് ചെയ്യും, എപ്രകാരം അവരെ പോഷിപ്പിക്കും എന്ന് ചോദിക്കുമ്പോൾ ഒരു ശിഷ്യന്മാരിൽ ഒരു വ്യക്തിയായ അന്ത്രയോസ് യേശു കർത്താവിനോട് പറയുക, ശ്രദ്ധിക്കണം, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ എന്താ പറയുന്നത്? അന്ത്രയോസ് പറയുകയാണ്, ഒരു ബാലകന്റെ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ഈ പയ്യനും ഈ ബാലകൻ, ഇവിടെ രേഖപ്പെടുത്തിയ ഒരു ബാലകനെ പറ്റിയാണല്ലോ. നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ പോലെ ഉള്ള ആ പ്രായത്തിലുള്ള ഒരു കുഞ്ഞ്. ആ കുഞ്ഞ് ഇതുപോലെ യേശു കർത്താവിന്റെ അടുക്കൽ ഒരു പക്ഷേ ദൈവത്തിനെ കേൾക്കുവാനോ അതിനുവേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ തന്റെ മാതാവോ പിതാവോ ആ പൈതലിനെ കഴിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവന് ഭക്ഷിക്കുവാൻ വേണ്ടി, അവന് വിശക്കുമ്പോൾ കഴിക്കുവാൻ വേണ്ടി ഒരു പക്ഷെ കൊടുത്തു വിട്ടതായിരിക്കാം ഈ 5 അപ്പവും 2 മീനും. ഇവിടെ കാണുന്നു, ഈ ഒരു കാര്യം ശിഷ്യന്മാർ മനസ്സിലാക്കി കഴിയുമ്പോൾ യേശു കർത്താവിനോട് പറയുക, ഗുരു, ഇവിടെ മറ്റൊന്നും ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല, ഇവിടെ ആകെയുള്ളത് 5 അപ്പവും 2 മീനുമാണ്. ഇവിടെ കാണുന്നത് ആ ചെറുപ്പക്കാരൻ, ആ കുഞ്ഞ്, ആ പൈതൽ, ആ ബാലകൻ ഒരു മടിയും കൂടാതെ അത് യേശു കർത്താവിന്റെ വാക്കിന് മുമ്പിൽ, അല്ലെങ്കിൽ ആ ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ അത് നല്ല മനസ്സോടു കൂടെ താൻ കൊടുക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി, ദൈവത്തിന്റെ ഹിതം അവിടെ വെളിപ്പെടേണ്ടതിന് വേണ്ടി, ദൈവനാമം മഹത്വം എടുക്കേണ്ടതിന് വേണ്ടി ആ കുഞ്ഞ് അവിടെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനോഭാവം. ഞാൻ നിങ്ങളോട് ചെറിയൊരു കഥ പറയാം. ഒരു പുരോഹിതൻ തൻ്റെ ശുശ്രൂഷിക്കുന്ന ദേവാലയത്തിന്റെ അടുത്തുകൂടി നടന്നു പോകുമ്പോൾ ആരെങ്കിലും ആ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് കാണുവാൻ വേണ്ടി ആ പുരോഹിതൻ അതിനുള്ളിൽ ചെന്ന് നോക്കുമ്പോൾ വളരെ മുഷിഞ്ഞ, വളരെ വൃത്തിഹീനമായ രീതിയിൽ വസ്ത്രം ധരിച്ചൊരു മനുഷ്യൻ ആ ദേവാലയത്തിനുള്ളിൽ കടന്നു വന്നിരുന്ന മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പോലെ തനിക്ക് തോന്നി. 2-3-4 ദിവസം ഇപ്രകാരമുള്ള ഇതേ വ്യക്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ പ്രീസ്റ്റിന്, ആ പുരോഹിതന് ഒരു സംശയം തോന്നി. ഇനി എന്തിനാണ് ഈ വളരെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഈ വ്യക്തിയെ കണ്ടപ്പോൾ ആ പുരോഹിതനും അസ്വസ്ഥനായി. കാര്യം തിരക്കിയപ്പോൾ താൻ പറയുകയാണ്, അദ്ദേഹത്തിന്റെ പേര് ജിം എന്നായിരുന്നു, ജിം. താൻ പറയുക, അല്ലോ പ്രീസ്റ്റേ, അല്ലോ പുരോഹിത, ഞാനിവിടെ അടുത്തൊരു ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് ഉച്ചയ്ക്ക് 1/2 മണിക്കൂർ ലഞ്ചിന് ലഭിക്കുന്ന സമയം, ആ സമയത്താണ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തനിക്ക് അപ്പോൾ മാത്രമേ സമയം ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് ലഞ്ച് കഴിക്കേണ്ട സമയം പോലും താൻ അവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷം താൻ പുരോഹിതനോട് പറയുക, അല്ലയോ പുരോഹിത, അല്ലയോ ഫാദർ, ഞാൻ വളരെ സന്തോഷമാണ്. കാരണം എൻ്റെ പാപങ്ങൾ മോചിച്ച, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് എനിക്ക് നല്ലൊരു ആത്മബന്ധമുണ്ട്, നല്ലൊരു സുഹൃത്ത് ബന്ധമുണ്ട്, നല്ലൊരു ആത്മീയ ബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷവാനാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ പുരോഹിതന് ചിന്തിക്കുകയാണ്, പുറമേ നോക്കുമ്പോൾ വളരെ മുഷിഞ്ഞ, വളരെ ദുഃഖമുള്ള, പ്രയാസമുള്ള ഒരു അനുഭവത്തിലാണെങ്കിലും ആ മനുഷ്യൻ പറയുന്നു, ദൈവവുമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമുള്ളത് കൊണ്ട് എനിക്ക് ശരീരത്തിന് വേണ്ട അല്ല ആഹാരം കഴിക്കേണ്ട സമയത്ത് അതുപോലും മാറ്റി വെച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന മനോഭാവം. ചില ദിവസങ്ങൾ കഴിഞ്ഞ് പുരോഹിതൻ ശ്രദ്ധിക്കുകയുണ്ടായി, ഈ ജിമ്മിനെ കാണുന്നില്ല. തുടർച്ചയായി വരുന്ന ജിമ്മ് പള്ളിയിൽ വരുന്നില്ല. 2-3 ദിവസം കഴിഞ്ഞു, ഒരാഴ്ചയോളമായി കാണുന്നില്ല. താൻ ചിന്തിച്ചെങ്കിൽ താൻ ആ ജിമ്മ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ പോയി, ഫാക്ടറി പോയി എന്ന് അന്വേഷിക്കാം. അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കുന്നു, ഈ ജിമ്മ് ഹോസ്പിറ്റലിലാണ്, രോഗിയായി തീർന്നിരിക്കുന്നു, താൻ അവിടെ അഡ്മിറ്റ് ആണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും രോഗശയ്യയിലായിരിക്കുമ്പോഴും വളരെ സന്തോഷത്തിലായിരിക്കുന്ന ഒരു ജിമ്മിനെ താൻ കാണുകയാണ്. ഈ പുരോഹിതി അച്ഛൻ ചോദിച്ചു, അല്ലേ ജിമ്മേ, എന്തുകൊണ്ടാണ് നീ ഇത്രയും സന്തോഷവാനായിരിക്കുന്നത്? രോഗത്തിലായിരിക്കുമ്പോഴും, നീ വേദനയിലായിരിക്കുമ്പോൾ നീ എന്തുകൊണ്ട് ഇത്രയും സന്തോഷവാനായിരിക്കുന്നത്? ജിമ്മ് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ഇപ്പോൾ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുവാൻ പോകാൻ സാധിക്കുന്നില്ല, എങ്കിലും എൻ്റെ അടുക്കൽ വന്നിരുന്നു കൊണ്ട് കഴിഞ്ഞ നാളുകളിൽ എനിക്ക് സമയം സ്പെൻഡ് ചെയ്യുവാൻ കഴിഞ്ഞിരുന്നു.
എനിക്ക് ആരോഗ്യമുള്ളപ്പോൾ എൻ്റെ ജോലിക്കിടയ്ക്കും പോയി പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞിരുന്നാൽ ഇപ്പോൾ ഞാൻ ഈ രോഗശയ്യയിലായിരിക്കുമ്പോഴും എൻ്റെ അടുക്കൽ വന്നിരുന്നു കൊണ്ട് എന്നെ ആശ്വസിപ്പിക്കുന്ന, എൻ്റെ പാപങ്ങളെ എടുത്ത് എന്നെ സ്നേഹിക്കുന്ന, എന്നോട് ചേർന്നിരിക്കുന്ന എൻ്റെ നല്ലൊരു സുഹൃത്തിന്റെ സാമീപ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ശരീരത്തിൽ രോഗമുണ്ട് എങ്കിലും എന്നെ ആശ്വസിപ്പിക്കുന്ന, സ്നേഹിക്കുന്ന, എന്നെ തലോടുന്ന നല്ലൊരു സുഹൃത്തിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അത് യേശു കർത്താവിന്റെ സ്നേഹമാണെന്ന് ജിം ഇവിടെ തന്റെ പുരോഹിതനോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഞാൻ പറഞ്ഞ ഈ വേദഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ബാലകന്റെ മനോഭാവം തനിക്ക് വേണേ പറയായിരുന്നു, അയ്യോ എനിക്ക് ഈ 5 അപ്പവും 2 മീനും ഞാൻ തരത്തില്ല, ഇതെന്റെ പപ്പായോ അമ്മയോ എനിക്ക് കഴിക്കുവാൻ വേണ്ടി തന്നു വിട്ടതാ, ഇത് എനിക്കിപ്പം കഴിക്കണം, അല്ലെങ്കിൽ യേശുപ്പത്തിന്റെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന വഴിക്കോ ഒക്കെ എനിക്ക് കഴിക്കണം, അവനോട് തരാൻ പറ്റത്തില്ലെന്നൊക്കെ തനിക്ക് പറയായിരുന്നു. എന്നാൽ നമുക്ക് ഇവിടെ ഒരു കാര്യം കാണുവാൻ സാധിക്കുന്നത്, യേശു കർത്താവിന്റെ വാക്കിന് മുമ്പിൽ, ശിഷ്യന്മാരായിരിക്കുന്നവരുടെ വാക്കിന് മുമ്പിൽ, പ്രത്യേകിച്ച് അന്ത്രയോസിന്റെ മുമ്പിൽ, അന്ത്രയോസ് ആണ് ഈ കാര്യം മകനെ പറ്റി പറയുന്നത്. ഒരുപക്ഷെ ആ വ്യക്തി ശിഷ്യൻ തന്നെ ആയിരിക്കാം ആ മകനോട് പോയി ചോദിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഒരു മടിയും കൂടാതെ തന്റെ കയ്യിലുള്ള ആ 5 അപ്പവും 5 യവത്തപ്പവും ആ 2 മീനും യേശു കർത്താവിലേക്ക് കൊടുക്കുവാൻ കാണിക്കുന്ന മനോഭാവം നമുക്കറിയാം. അതിനുശേഷം സംഭവിക്കുന്നത്, യേശു കർത്താവ് അത് വാഴ്ത്തി നുറുക്കി അവിടെ ഇരുന്ന എല്ലാവർക്കും പന്തിയായി ഇരുത്തിയിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്നു. ഇവിടെ അവർക്ക് വേണ്ടുവോളം ഭക്ഷിക്കുന്നു. അവസാനം ഇവിടെ കാണുവാൻ സാധിക്കുന്നത് 12 കൊട്ട നിറച്ചെടുത്തായി കാണുവാൻ സാധിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, പ്രത്യേക നിങ്ങളായിരിക്കുന്ന സ്കൂളുകളിൽ, ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെയും നമ്മൾ ഭവനങ്ങളിൽ തന്നെയാണ്, ഓൺലൈൻ ക്ലാസ്സുകളും മറ്റും ഉള്ളതൊക്കെ തന്നെ. ഒരുപക്ഷെ നാളെ നമ്മുടെ ഈ സാഹചര്യങ്ങൾ മാറി നമ്മൾ പഴയ പോലൊരു സാഹചര്യത്തിലേക്ക് എത്താം. അല്ലെങ്കിൽ ഒരു പക്ഷെ ഇതേ സാഹചര്യത്തിൽ തന്നെ ആയിരിക്കും മുമ്പിലോട്ട് പോകുന്നത്. എന്തുമായിക്കോട്ടെ കുഞ്ഞുങ്ങളെ, ഞാൻ വീണ്ടും നിങ്ങളെ ഒന്നുകൂടെ, നിങ്ങൾ ചെയ്യുന്നവരെങ്കിലും ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ദൈവദാസന്മാർ, നമ്മുടെ പാസ്റ്റർ അങ്കിളുമാര്, നമ്മുടെ അപ്പച്ചന്മാര്, അമ്മച്ചമാര് ഒക്കെയും പപ്പായും മമ്മിയും ഒക്കെയും നമുക്ക് കാണിച്ചു തരുന്ന മാതൃകകളുണ്ട്. നിങ്ങൾ എവിടെയായിരുന്നാലും ഈ ജിമ്മിനെ കൂട്ട് ഫാക്ടറി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ തന്റെ ലഞ്ചിന്റെ സമയത്ത് അതുപോലും കഴിക്കാതെ അത് മാറ്റി വെച്ചിട്ട് തനിക്ക് ലഭിക്കുന്ന 1/2 മണിക്കൂർ വസ്ത്രം പോലും മാറാതെ ആ ദൈവാലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ കാണിക്കുന്ന ഒരു മനോഭാവം, അതേ മനോഭാവം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശുവിന് വലിയൊരു പ്രവൃത്തി ചെയ്യുവാൻ ആ ബാലകൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. തന്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും യേശുവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഇന്ന് സന്ധ്യാസമയം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ സാധിക്കുമോ? യേശുപ്പച്ച, ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, ഞാൻ പഠിക്കുന്ന സ്കൂളുകളിൽ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ അടുക്ക്, എവിടെയായിരുന്നാലും ഞാനൊരു ദൈവ പൈതലാണ്. ദൈവം എനിക്ക് തരുന്ന കഴിവുകൾ, അതെന്ത് കഴിവുകളാണെങ്കിലും അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി എന്നിൽ കൂടി മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പകരപ്പെടുവാൻ, അത് പ്രാവർത്തികമായി തീരുവാൻ എന്നെ സഹായിക്കണമെന്ന് നിങ്ങൾ എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും? ഇവിടെ കാണുന്നു, ആ ഒരു ബാലകന്റെ അനുസരണത്തിന് മുമ്പിൽ, അവന്റെ നല്ല തീരുമാനത്തിന്റെ മുമ്പിൽ, തന്റെ സ്വന്തമായിട്ടുള്ള വിശപ്പിനേക്കാൾ ഉപരി തന്നോട് ചോദിച്ച ആ യേശുവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് അനുസരണയോടുകൂടെ അത് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ആ മകന് വേണ്ടി മാത്രമല്ല, പിന്നെയോ തന്റെ മുമ്പിൽ കടന്നു വന്ന, അല്ലെങ്കിൽ യേശു കർത്താവിന്റെ അടുക്കൽ കടന്നു വന്ന അനേകം ആൾക്കാർക്ക്, ആയിരക്കണക്കിന് 5000-ഓളം ആൾക്കാർക്ക്, അതിലധികം ആൾക്കാർക്ക് വിശപ്പടക്കുവാൻ വേണ്ടി ആ ബാലകൻ കാണിച്ച ആ ഒരു നല്ല മനസ്സ്, അനുസരണയുടെ മനസ്സ്, ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു നല്ല മനോഭാവം, ഇന്ന് സന്ധ്യാസമയം നമ്മൾ തമ്മിൽ ചിന്തിക്കാം. നമുക്കൊരു തീരുമാനമെടുക്കാം. യേശുപ്പച്ച, യേശു കർത്താവേ, ഞാൻ എവിടെയായിരുന്നാലും, ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ എനിക്ക് തരുന്ന കഴിവുകളും എനിക്ക് തരുന്ന താലന്തുകളും എനിക്ക് തരുന്ന സാഹചര്യങ്ങളൊക്കെയും എൻ്റെ യേശുപ്പച്ചന്റെ ഇഷ്ടത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ, എനിക്ക് തരുന്ന ഒക്കെയും മറ്റുള്ളവർ നന്മയ്ക്കും കാരണമായി തീരുവാൻ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് നമ്മൾ എത്ര പേർക്ക് തീരുമാനം എടുക്കുവാൻ സാധിക്കും? അപ്രകാരം നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നമ്മളൊരു കാര്യം മറന്നു പോകരുത്. ആ പയ്യന്റെ ഇരുന്ന, ആ ബാലകന്റെ ഇരുന്ന 5 അപ്പത്തെയും 2 മീനിനെയും 5000-ലധികം ആൾക്കാർക്ക് ഭക്ഷിക്കുവാനും തൃപ്തിയാകുവാനും അതോടൊപ്പം തന്നെ 12 കൊട്ട നിറച്ചെടുക്കുവാനും സാധിച്ചതുപോലെ
ഇന്ന് സന്ധ്യാസമയം നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ അവസ്ഥകളും നമ്മൾ ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കുഞ്ഞുങ്ങളുടെ മനസ്സ് നമുക്ക് തിരുവനന്തപുരം വേറൊരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു. യേശുവിന്റെ അടുക്കിലേക്ക് കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുവാൻ വിടുന്ന ഒരു കാര്യം നമുക്കറിയാം. അവിടെയും നിഷ്കളങ്കതയോടെ ദൈവത്തിലേക്ക് അടുത്തു വരുന്നതിനെ പറ്റിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ യാചന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരുക്കി തരുന്ന ദൈവമുണ്ട്. നിങ്ങളുടെ പപ്പായ്ക്ക് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും അപ്പച്ചന് വേണ്ടി അമ്മച്ചിക്ക് വേണ്ടി നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി എല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ കൂടെയുള്ളവരോട് യേശുപ്പച്ചന്റെ സ്നേഹത്തെ പറ്റി പറയണം. നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് യേശുപ്പച്ചന്റെ സ്നേഹത്തെ പറ്റി പറയണം. അപ്രകാരം നിങ്ങൾക്ക് തരുന്ന സമയങ്ങളും സാഹചര്യങ്ങളും എല്ലാം നമ്മൾ ദൈവനാമത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ബാലകൻ യേശു കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവിടെ വലിയൊരു അത്ഭുതം ചെയ്ത് നടന്നതുപോലെ നിങ്ങളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരും. അപ്രകാരം വലിയൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെയും നിങ്ങളുടെ ഭാവി ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നടക്കുവാൻ സർവ്വശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ചിന്ത നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് നൽകി. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അതിനുപയോഗിച്ചത് ഒരു ബാലകനെയാണ്. നിങ്ങളെ പോലെ ഒരു ചെറിയ കുഞ്ഞിനെ കർത്താവ്, ഒരു ബാലകനെ കർത്താവ് ഉപയോഗിച്ചു. അതുപോലെ തന്നെ ആ ജിമ്മിന്റെ സ്റ്റോറി നമ്മൾ കേട്ടു. ഫെയ്ത്ത്ഫുള്ളായി കർത്താവിന് വേണ്ടി നിലകൊണ്ട ആ മനുഷ്യൻ അവസാനത്തോളം ഔവണ്ണമായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ഒരു വളരെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു പ്രൊവോക്കിംഗ് തോട്ടാണ്. അവരെ ഒന്ന് തൊട്ടുണർത്തുവാൻ ആ മെസ്സേജ് കാരണമായി തീർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയ കർത്താവിന്റെ ദാസൻ, പ്രിയ നമ്മുടെ ആശിഷ് സൗമ്യനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ചർച്ചിലെ ഒരു മെമ്പർ എന്ന നിലയിൽ നമുക്ക് വളരെ അഭിമാനമുണ്ട്. യുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ ശക്തമായ ദൈവം യൂത്തിന്റെ ഇടയിലും അതുപോലെ ജോലി സ്ഥലങ്ങളിലൊക്കെ കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്നു. നന്ദി പ്രത്യേകിച്ച് പ്രിയ ദൈവദാസനോട് പറയണമെന്നില്ല എങ്കിലും ഈ മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ ഞാൻ പ്രിയ കർത്താവിന്റെ ദാസൻ ബ്രദർ ആശിഷ് അമ്മലിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടെ ഇപ്പോൾ അവസാനിപ്പിക്കാം. അതോളം വളരെ ക്ഷമയോടെ കാത്തിരുന്ന മെസ്സേജ് കേട്ട കുഞ്ഞുങ്ങളും നമ്മുടെ അധ്യാപകരെയും സഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ബാബിച്ചാനെ കേൾക്കാൻ കഴിയുമെങ്കിൽ അവസാനമായിട്ട് പ്രിയ ബാബിച്ചാൻ പരസ്യമായിട്ട് ദൈവസന്നിധിയിലെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ഈ സൺഡേ സ്കൂളിന്റെ ക്ലാസ്സുകളുമായി കർത്താവിന്റെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുവാൻ തക്കവണ്ണം അവിടുന്ന് കുടുംബനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. കുഞ്ഞുങ്ങൾക്ക് പാടുവാനും ഹല്ലേലൂയ കർത്താവേ വാക്യങ്ങൾ പറയുവാനും ഹല്ലേലൂയ കർത്താവേ ദൈവത്തിൽ ആളുകൾ പറയാനൊക്കെയും നീ അവിടുന്ന് ഒഴിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വരും കാലങ്ങളിൽ കർത്താവിനോട് പറ്റി ജീവിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് അവിടെയാക്കുമാറാകണമേ. പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ദൈവകൂടെയും നൽകണമേ കർത്താവേ. മാതാപിതാക്കൾക്ക് അനുസൃതമായി ജീവിപ്പാൻ കർത്താവേ, കൂട്ടുകാരിൽ പരമാൻ ആനന്ദ ദൈവമുണ്ട് നീ അവിടുന്ന് അഭിഷേകം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെയും ഓരോ കുടുംബങ്ങളെയും ഈ സമയം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ കർത്താവേ. ഹല്ലേലൂയ. ദുഷ്ട ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് അസുരമായി ജീവിച്ചുകൊണ്ട് യഥാർത്ഥമായി കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ അവിടുന്ന് കൃപയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥിക്കുന്നുണ്ട് ദാസനിൽപ്പെട്ട ആലോചനയ്ക്കായ സ്തോത്രം. അത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽക്കൊക്കെയും അനുഗ്രഹമായി തീരുവാൻ കർത്താവെ അവിടെ നിലയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബാനി അവരെ അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. ദൈവനാമ മഹത്വത്തിനായി പ്രവർത്തിപ്പാൻ നിന്റെ മക്കളെ അവിടെ പിന്നെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പക്ഷെ കുടുംബാനുഗ്രഹിക്കണമേ കർത്താവെ. നാളത്തെ ആരാധനയിൽ കർത്താവെ വലിയ അനുഗ്രഹമായി തീരുവാൻ തക്കമുള്ള ദൈവത്തിന്റെ കരം അവിടെ പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ കൂട്ടുവിശ്വാസികളും കുടുംബങ്ങളായതിൽ സംബന്ധിപ്പാൻ ദൈവകരം അവിടെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കർത്താവേ. ഈ രാത്രി കാലം അടയങ്ങൾ പ്രാവശ്യം താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ വഴി നടത്തപ്പെടുവാൻ കർത്താവെ അവിടെ നിലയാക്കണമേ കർത്താവേ. അടയങ്ങളെ താഴ്ത്തുന്ന കുർബൈകളെ മറയ്ക്കണമേ. പ്രാർത്ഥന കെട്ടിക്കാല സ്തോത്രം യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ. ആമേൻ. പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന് അനുഗ്രഹം ആസ്വാദം നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും നമ്മുടെ കലയിലെ സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങളുടെ മേലും ദേശദേവയുടെ മേലും നാളെ നടക്കുന്ന വിശുദ്ധ ആരാധന മേലും
കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘ പ്രത്യക്ഷയിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന്റെ കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് മഹത്വം അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ സ്തോത്രം. എല്ലാവരോടുള്ള നന്ദി. സ്പെഷ്യൽ താങ്ക്സ് ടു ആശിഷ്. ദൈവം ധാരാളമായി സഹായിക്കുമാറാകട്ടെ.